ദേശീയപാത അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ദേശീയപാത നവീകരണത്തിനെടുത്ത കുഴിയിൽ വീണ് മരിച്ച രഞ്ജിത്തിന്റെ കുടുംബം. 1 വർഷമാകാനായിട്ടും നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല. 3 തവണ കോടതി നോട്ടീസ് നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി അധികൃതർ ഹാജരായില്ല. നിയമത്തെപ്പോലും NHAI ഉദ്യോഗസ്ഥർ പുച്ഛിക്കുകയാണെന്ന് രഞ്ജിത്തിന്റെ ഭാര്യ പ്രിയ 24-നോട് പറഞ്ഞു. കോഴിക്കോട് ചേവരമ്പലത്ത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ കുഴിയിൽ വീണ് സ്വിഗ്ഗി ജീവനക്കാരനായ രഞ്ജിത്ത് മരിച്ചത് ഈ വർഷം ഫെബ്രുവരി 3-ന്. ആ കാലയളവ് മുതൽ നഷ്ടപരിഹാരത്തിനായി ദേശീയപാത അധികൃതരോട് കുടുംബം ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഇതിനോട് നിഷേധാത്മക നിലപാട് കാണിക്കുകയാണ് ദേശീയപാത അധികൃതരെന്ന് കുടുംബം. മനുഷ്യജീവന് വില നൽകുന്നില്ല. 3 തവണ ഹാജരാകാൻ കോടതി നോട്ടീസ് നൽകിയിട്ടും ഉദ്യോഗസ്ഥർ ഹാജരായില്ല എന്നും കുടുംബം. നിയമത്തിന്റെ ഭാഗത്തു നിന്നാണ് അവരോട് വരാൻ പറഞ്ഞത്. അതുപോലെ അവർ പുച്ഛിക്കുന്ന മാതിരിയാണ്. നമുക്കൊന്നും ഒരു വിലയും ഇല്ല. നമ്മളുടെ അതായത് കുടുംബത്തിലൊരാൾ പോയി എന്നാൽ നമ്മൾ ആ സിറ്റുവേഷനായിട്ട് ജീവിച്ച് പോകുമ്പോഴും അതൊന്നും മുക്തി കിട്ടില്ല നമുക്ക്. നമ്മൾ വീണ്ടും വീണ്ടും ഈ കേസായിട്ട് പോകുമ്പം വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് തന്നെ പോകുന്നത്. അപ്പം ആ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ചെയ്ത് രക്ഷപ്പെടുത്തട്ടെ എന്നുള്ളൊരു ചിന്താഗതി പോലും അവരുടെ ഭാഗത്തുനിന്നില്ല. 6 വയസ്സുള്ള പെൺകുഞ്ഞാണിവർക്ക്. ഈ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തിക സഹായം ആവശ്യമാണ്. അതുകൊണ്ടുതന്നെ എത്ര വർഷം കഴിഞ്ഞാലും നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നും രഞ്ജിത്തിന്റെ ഭാര്യ പ്രിയ പറഞ്ഞു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.